എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഷൈൻ ടോം ചാക്കോയുടെ കാര്യം കൂടിയാണ്. ഷൈൻ ടോം ചാക്കോയുടെ അപകടമുണ്ടായിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ തമിഴ് ചാനലുകളിൽ അവിടെ ഈ തമിഴ് ചാനലുകൾ ഈ ഷൈൻ ടോം ചാക്കോയുടെ അനിയൻ്റെ അടുത്ത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാലോ, വളരെ ഓപ്പണായിട്ട് ഉത്തരം പറയുന്നവരാണ് ആ കുടുംബം മുഴുവൻ. അപ്പോൾ അങ്ങനെ പറയുകയാണ്, ഞങ്ങൾ ബാംഗ്ലൂർ ഇതുപോലെ ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സയ്ക്ക് പോവുകയായിരുന്നു, റീഹാബിന് പോവുകയായിരുന്നു എന്നൊക്കെ അനിയൻ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനാണ് പോകുന്നത്. ആ യാത്രക്കിടയിൽ സംഭവിച്ച ഒരു ദുരന്തം അതിനെങ്ങനെയാണോ കാണേണ്ടത്? ഒന്ന്, ഇത് എനിക്ക് തോന്നുന്നു ഈ എക്സൈസ് വകുപ്പൊക്കെ ഉണ്ടല്ലോ, ഈ മയക്കുമരുന്നിനെതിരായ പ്രചാരണം നടത്തുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, അതിനടിമകളാകുന്ന ആളുകൾ വിക്റ്റിമാണ് എന്നുള്ള ബോധ്യം സമൂഹത്തിനുണ്ടാക്കി ഇടപെടൽ ആദ്യം നടത്തണം. ഇത് കുറ്റക്കാരല്ല, ഇരകളാണെന്നുള്ള ബോധ്യം സമൂഹത്തിനുണ്ടാക്കി കൊടുക്കാനുള്ള ഇടപെടൽ ആദ്യം നടത്തണം. അതായിരിക്കും ഒരുപക്ഷെ ഈ മയക്കുമരുന്നിനെതിരായ ഏറ്റവും മികച്ച ഒരു ഡ്രൈവ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ഇവർ ചെയ്തിരിക്കുന്ന ഈ ആളുകൾ വന്ന് പറയുന്നതൊക്കെ കേട്ടാൽ വണ്ടി ഓടിച്ചത് ഷൈൻ ടോം ചാക്കോ ആയിരിക്കും, എന്നാൽ പിന്നെ അച്ഛനെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, ഇങ്ങനെ മട്ടിലൊക്കെയുള്ള കമൻറ്റുകൾ ഇതിൻ്റെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം എത്രത്തോളം വലിയൊരു ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് എപ്പിസോഡ് ഉണ്ടല്ലോ കേരളത്തിലെ, അതിൽ രംഗത്ത് വന്ന് അതുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരെയും ചോദ്യം ചെയ്യുകയും പിടികൂടുകയും ഒക്കെ ചെയ്തു. ഈ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച നടൻ ഷൈൻ ടോം ചാക്കോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഷൈൻ ടോം ചാക്കോ സത്യത്തിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതോ ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല. ഇതൊന്നും പറയാതെ നൈസായി ഊരിപ്പോകാവുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഷൈൻ ടോം ചാക്കോയെ മറ്റൊരു ഒരു ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ അവിടേക്ക് വിളിപ്പിക്കുക മാത്രമാണ്. നേരെ അവിടെ ചെന്നിട്ട് പറയുന്നത്, എനിക്ക് റീഹാബ് ആവശ്യമുണ്ട്, എനിക്ക് ചികിത്സ ആവശ്യമുണ്ട്, എനിക്ക് രക്ഷയില്ല, ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ പറഞ്ഞ ഒരാളാണ്.